Hello friends, welcome to my YouTube channel. If you are watching my video for the first time, please subscribe me and support me. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോം ടൂർ അറ്റ് ദ സെയിം ടൈം സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞ ഒരു 1 വീക്ക് കൂന്നൂരായിരുന്നു. അവിടുന്ന് ഇപ്പോൾ നാട്ടിലേക്ക് അതായത് കോയമ്പത്തൂർക്ക് വന്നിട്ടുണ്ട്. സോ വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു വന്നതിന് ശേഷം അവർ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് സിറ്റുവേഷൻസ് അലോ ചെയ്യുന്നില്ല. രണ്ടുപേർക്കും കുക്കിംഗ് അറിയില്ല, അവർ രണ്ടുപേരും തനിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സുഗുവിൻ്റെ അമ്മ വന്നിട്ടുണ്ട് 3 ഡേയ്സ് 4 ഡേയ്സ് കുക്കിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എന്നാൽ സുഗുവിൻ്റെ അമ്മ വന്നതല്ല, അമ്മേനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ ഓഫീസ് കുറച്ച് നേരം ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പ്രോസൽ മാളിൽ വന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട്, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും വാങ്ങാനുണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് പ്രോസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ റീസൺകാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ചു നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. കാരണം മദറിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ഞങ്ങൾ വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ക്യാബ് ബുക്ക് ചെയ്തു. അവിടുന്ന് അമ്മയും ദേവും കൂടെ ക്യാബിൽ എൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് വന്നു. ഓഫീസിൻ്റെ കുറച്ച് ദൂരമുള്ള അവരുടെ വീട്ടിലേക്ക് ആ ക്യാബിൽ ഞാൻ കയറി. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്തു, അവൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ സുഗുവിൻ്റെ അമ്മ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുന്നേ പാല് കാച്ചലിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് മാരേജിൻ്റെ ഒരു ഓൾമോസ്റ്റ് 2 വീക്സ് ബിഫോർ ആയിരുന്നു. അപ്പോൾ അന്ന് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം അപ്പോഴാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് വിസിറ്റാണ്. പിന്നെ നമ്മുടെ മാഡം എവിടെ പോയാലും ഒരു ലോഡ് ബുക്സ് അവിടെ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഹോസ്റ്റലിലായിരുന്നപ്പോഴും ഒക്കെ ഒരുപാട് ബുക്സാണ്. അപ്പോൾ അതേ ഒരു ന്യൂ പ്ലേസ് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സോ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹോം ടൂർ ആണെന്നുള്ളത് ഞാൻ തംബ്നെയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവളുടെ ഹോം ടൂർ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്യണോ, നിനക്കൊരു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിലേക്ക് നീ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എനിക്കതിൻ്റെ സമയമില്ല, നീ ചെയ്തോ. ഞാൻ ആ ഹോം ടൂറൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ റെലവൻസി ഒക്കെ പോവും. സോ യു ക്യാൻ ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവരുടെ റൂം. ഈ 3 ഡോർസ് ഉള്ള അല്ലെങ്കിൽ 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള കബോർഡ് സുഗുവിൻ്റെയും ആ ഇരിക്കുന്ന 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതാണ് അച്ചുവിൻ്റെ. അപ്പോൾ അച്ചു ഇപ്പോൾ റീസെൻ്റ് 2 ഡേയ്സ് ബിഫോറാണ് അച്ചും സുഗുവും കൂടെ വന്നിട്ട് ബാഗും അവളെ ലഗേജൊക്കെ എടുത്തിട്ട് പോയത്. അവർ കൂന്നൂരായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഇത് നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാരൻസോ 2 സൈഡിൽ നിന്നും സുഗുവിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ചുവിൻ്റെ ആണെങ്കിൽ പാരൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനാണ്. ഇത് അവർ റീസെൻ്റ്ലി വാങ്ങിയ ഒരു ആന്തൂരിയം പ്ലാന്റാണ്. അവൾക്ക് പ്ലാന്റ്സ് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അതില്ല. ഇപ്പം എന്താ വെച്ചാൽ സ്വന്തം വീടാകുമ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യണം. ആ ഒരു നമുക്ക് തൊരയൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ വാങ്ങിയത് 2 വാങ്ങി. ഒരെണ്ണം മിനിഞ്ഞാന്ന് വാങ്ങിയതാണ് അത്രേ. അത് ഇന്നലെ ഒരെണ്ണം പൊട്ടി. അപ്പോൾ ഒരെണ്ണം മാത്രമേ ഇനിയിപ്പോൾ റിമൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ടീ ഉണ്ടാക്കുന്നത് അച്ചുവാണ്. കുക്കിംഗ് അറിയാത്ത ആൾ ഊട്ടിയിൽ പോയ സമയത്ത് അവിടുത്തെ ടീ കുടിച്ചു. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രോസസ്സ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ പ്രോസസ്സിൽ തന്നെ ആ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെറൈറ്റി ആയിട്ട് ടീ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഓക്കെ ചെയ്തു പറഞ്ഞു. കാരണം അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളല്ലേ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫുള്ള് ഹോം ടൂർ എടുത്ത് നടക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫണ്ണി പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗുവിൻ്റെ അമ്മയ്ക്ക് കുറച്ച് മലയാളം അറിയാം, കേട്ടാൽ മനസ്സിലാവും. അതുപോലെ എൻ്റെ അമ്മയ്ക്കും തമിഴ് കേട്ടാൽ മനസ്സിലാവും, ഒരക്ഷരം പോലും തിരിച്ചു പറയാൻ അറിയില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഞാനും അച്ചും കൂടി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ തമിഴ് സംസാരിക്കുന്ന ആളുടെ അടുത്ത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, മലയാളം സംസാരിക്കുന്ന ആളുടെ അടുത്ത് തമിഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്ക് ആകെ കൂടെ കൺഫ്യൂഷനായി ഏത് ലാംഗ്വേജ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെ ഇൻഡർസ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ വി ക്യാൻ മാനേജ്. പിന്നെ അടുത്ത വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്കിംഗ് അറിയാത്തത് കാരണം ഒരു ചായപ്പൊടി, അതുപോലെ തന്നെ പാല്, വെള്ളം, പഞ്ചസാര, ഈ 4 സാധനത്തിനാണ് ഈ കിടന്ന് അലയുന്നത്. അപ്പോൾ ഫൈനലി നമുക്ക് പാല് കിട്ടി. സുഗുവിൻ്റെ അമ്മ പറഞ്ഞു പാല് വെച്ചിരിക്കുന്ന പൊസിഷൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഷുഗർ എല്ലാം പൊസിഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ ലാസ്റ്റ് ഫൈനലി തിങ്സ് എല്ലാം കിട്ടി. അതുപോലെ ഇന്നത്തെ ടീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല്, പഞ്ചസാര, അതുപോലെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കും, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ടീ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ യൂഷ്വലി പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം ടൂറിന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ആവുകയാണ്. ഈ ടീ എങ്ങനെയും അറിയേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാണ്. ആദ്യം നമ്മൾ ചായ വെക്കുന്ന പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഷുഗർ കാരമലൈസ് ചെയ്യണം.
കാരമലൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കട്ടയില്ലാതെ, കാരണം നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ഹാർഡായി പോവും, ആ ഷുഗർ ക്രിസ്റ്റൽസ് എല്ലാം. ഇത് നമുക്ക് ഉടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരമലൈസ് ആവുന്ന ടൈമിൽ തന്നെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് അത് ലിക്വിഡ് കൺസിസ്റ്റൻസി ആക്കണം. ആ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായ ഷുഗർ കാരമലിൽ നമ്മൾ പാൽ ആഡ് ചെയ്യുക, പാലല്ല, ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം തേയില ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. പക്ഷേ ലോ ഫ്ലെയിമിൽ തിളപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന് വല്ലാതെ പ്രഷർ കൊടുക്കരുത്. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കുക. നമ്മൾ ഊട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്രീം മിൽക്ക് കിട്ടും. ആ ക്രീം മിൽക്കൊക്കെയാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ടീയാണ് നമുക്കിവിടെ ടീ ടൈമിൽ കിട്ടാറ്. എനിക്ക് ടീ ടൈമിൽ ടീ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടുന്ന് ടീ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. ഞാൻ ടീയുടെ അത്ര വലിയ ഫാനൊന്നുമല്ല, പക്ഷേ സ്റ്റിൽ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ഹോം ടൂർ. ഇതാണ് അവരുടെ ഹാള്. അപ്പോൾ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ, കാരണം സുഗുവിൻ്റെ അച്ഛനും അമ്മയും വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളാണെങ്കിലും ഇവിടെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കായ കാരണം ചെറിയൊരു വീടാണ്. അപ്പോൾ ഇത് ഹാള്. അപ്പോൾ ഹാളിൽ ഒരുവിധ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേവു അച്ഛനും കൂടെ ടീ വെക്കുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, വായോ ടീ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ട് ഓരോ സ്റ്റേജും കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഐ തിങ്ക് അവൾക്ക് ടീ ഉണ്ടാക്കാൻ അറിയാമെന്ന് കാണിക്കാനാണ് തോന്നുന്നു. ബിക്കോസ് എന്തായാലും 2 ഡേയ്സിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം കിച്ചണിൽ ചെയ്യാൻ അറിയാത്ത ആളാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ടീ ഉണ്ടാക്കുന്നത്. നമ്മൾ 2 ടൈംസിന് മുന്നേ ഒരു ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2 ടീം സക്സസ്ഫുൾ ആയിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ്. സോ അങ്ങനെ നമ്മൾ പാലൊക്കെ ഒഴിച്ച് ടീ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഒരു മെമ്മറി പറയണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ 2 ഗേൾസായ കാരണം നമ്മൾ ഗേൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സ്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തല്ലും പിടിയാവും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓരോ സാധനത്തിന് വേണ്ടിയിട്ടും സ്പേസിന് വേണ്ടിയിട്ട് എനിക്ക് അലമാരയിൽ ഈ സ്ഥലം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യവും തല്ലുകൂടിയ ആൾക്കാരാണ്. അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് സ്വന്തമായിട്ടൊരു അലമാര ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, ഈ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. സോ അതെനിക്ക് ഭയങ്കര കോമഡിയായി തോന്നി. പിന്നെ ഈ കൂട്ടത്തിൽ സുഗുവിൻ്റെ അമ്മയ്ക്ക്, എനിക്ക്, സിസ്റ്ററിന് ആർക്കും തേങ്ങ പൊട്ടിക്കാൻ അറിയില്ല, പേടിയാണ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി നമ്മൾ പ്രോ ഷെഫായിട്ടുള്ള അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. അമ്മ എന്തുണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. അമ്മ എന്തുണ്ടാക്കിയാലും മാത്രമല്ല, അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ ഭയങ്കര സ്പെസിഫിക്കായിട്ട് അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം തന്നെ അമ്മയുടെ കൂടെ കിച്ചണിൽ ആരും സർവൈവ് ചെയ്യില്ല. കാരണം അമ്മ ഭയങ്കര പെർഫെക്റ്റ് ആയ കാരണം അമ്മയ്ക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അത് കാരണമാണ് മേ ബി അച്ചു കുക്കിംഗ് പഠിക്കാത്തതെന്ന് തോന്നുന്നു. അവൾ പറയുന്ന റീസണും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സുഗുവിൻ്റെ അമ്മയ്ക്ക് നല്ല പേഷ്യൻസ് ആണെന്ന് അവൾ പറഞ്ഞു. സോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ദേവ് ഇവിടെ എത്തിയപ്പോഴേക്കും ടി വിയിൽ റോമൻ ഡയാനും വെച്ചു. അവൾ സെറ്റിൽഡായി. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇവിടെ വന്നപ്പോൾ തന്നെ സുഗുവിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു അലമാരയിൽ ഇരിക്കുന്ന മൊത്തം സുഗുവിൻ്റെ ഡ്രസ്സാണ്. അത് അയൺ ചെയ്ത് മടക്കി ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് സ്വെറ്റേഴ്സ് വേറെ, ഫോർമൽസ് വേറെ, കാഷ്വൽസ് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഗുവിൻ്റെ അച്ഛനാണ് ഇത്ര അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ അതെല്ലാം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും സുഗുവിൻ്റെ അമ്മ കാണിച്ചു തരികയും ചെയ്തു. പിന്നെ ഇത് സുഗു അച്ചുവിന് ലാസ്റ്റ് എന്തൊരു ഒക്കേഷന് സുഗുവിൻ്റെ ബർത്ത്ഡേക്കല്ല തോന്നുന്നു, ഏതൊരു ഒക്കേഷന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു ടെഡ്ഡി ബെയറാണ്. ആ ടെഡ്ഡി ബെയർ ദേവുവിന് കൊടുത്തു. ദേവുവിന് കൊടുത്തപ്പോഴേക്കും ദേവു ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി. അപ്പോൾ പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് വരാം, അവൾ കൊടുത്തു. പക്ഷെ നമ്മൾ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എവിടെ പോയാലും അവിടുന്ന് തിങ്സ് എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള ടെൻഡൻസി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അവളത് ഒബേ ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് ഫൈനലി നമ്മൾ സ്വീറ്റ്സ് എടുത്തിട്ട്, ചോക്ലേറ്റ് എടുത്തിട്ട് സ്ഥലം കാലിയാക്കുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോസ് എടുത്ത ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ടാറ്റ ബൈ ബൈ. ഇനി ഇതുപോലെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇനിയും വീഡിയോസുമായിട്ട് വരാം. 2 കൾച്ചേഴ്സും തമ്മിൽ മിക്സ് ആകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2 സൈഡും നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാരണം കൾച്ചേഴ്സിന് ഇറ്റ്സ് ഗോയിങ് വണ്ടർഫുൾ.